നാറ്റോ ആക്രമിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ. ഇത്തരമൊരു കഠിനമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇതാദ്യമായിട്ടാണ്. വട്ടം കൂടി നിന്ന് നാറ്റോ തൻ്റെ രാജ്യത്തെ ആക്രമിക്കാനുള്ള പ്രവർത്തനമാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിഭയങ്കരമായിരിക്കുന്ന പ്രതിരോധമായിരിക്കും. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ല എന്ന തരത്തിലാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് നാറ്റോക്കെതിരെ ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. യൂറോപ്പിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് റഷ്യയുടെ നയമല്ല. റഷ്യ അതിനെ ആഗ്രഹിക്കുന്നില്ല. റഷ്യ അങ്ങനെ താല്പര്യം കാണിക്കുന്നുമില്ല. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ റഷ്യയുടെ നയത്തിൽ നിന്ന് മാറ്റം വരും. കഠിനമായിരിക്കുന്ന പ്രയാസവും വേദനയും അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് റഷ്യയുടെ പ്രതികരണം. ഉക്രൈൻ്റെ സമാധാന ശ്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന പുറത്തു വന്നത്. ഏറെക്കുറെ റഷ്യക്ക് അനുഗുണമായിരിക്കുന്ന രീതിയിലായിരുന്നു അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ. എന്നാൽ അതിന് വിരുദ്ധമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് ഉക്രൈൻ അനുകൂലമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഉണ്ടാക്കിയത്. ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഉക്രൈൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് യൂറോപ്പ് തുരങ്കം വെക്കുകയാണ് എന്നാണ് റഷ്യയുടെ ആരോപണം. ഈ അമേരിക്ക തയ്യാറാക്കിയ സമാധാന പദ്ധതിക്ക് പകരമായി ഉക്രൈൻ അനുവദിച്ചിരിക്കുന്ന പദ്ധതി അവതരിപ്പിക്കാൻ വേണ്ടി ഉക്രൈനെ പ്രലോഭിപ്പിക്കുന്ന ഒരു രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യൂറോപ്പിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് പുടിൻ വളരെ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് സർക്കാർ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഉക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നതിനോട് റഷ്യക്ക് യോജിപ്പില്ല എന്നുള്ളൊരു പരാമർശം അതിനിടയിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാറ്റോ സഖ്യം ഏറ്റെടുക്കും എന്നാണ് അതിൻ്റെ സാരാംശം എന്നാണ് അതിൻ്റെ വിശദീകരണം. ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെ യൂറോപ്യൻ യൂണിയനിലെ ഉക്രൈൻ അംഗത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. ഏറെക്കുറെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട വിഷയങ്ങൾ സങ്കീർണമാക്കിയത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഉക്രൈൻ നടത്തിയിരിക്കുന്ന പ്രലോഭനമായിരിക്കുന്ന ഈ പ്രസ്താവനകളാണ് എന്ന് അന്ന് തന്നെ റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. റഷ്യയുടെ ഭീഷണി എന്നത് ഒരു പ്രയോഗം മാത്രമാണ്. അത് തങ്ങൾ നിരാകരിക്കുന്നു എന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചതും വലിയ രീതിയിൽ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ വട്ടം കൂടിക്കൊണ്ട് റഷ്യ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിലാണ് റഷ്യ പ്രതികരിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. വളഞ്ഞുകൊണ്ട് ഏകദേശം 10-20ഓളം രാജ്യങ്ങൾ ഒരേ സമയത്ത് റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ അതേ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു വിഷയമാണ്. എന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്ക് പരാജയം സമ്മതിക്കാൻ വേണ്ടി പ്രയാസമാണ്. അവിടെയാണ് ആണവായുധത്തിൻ്റെ വിഷയം വരുന്നത്. പോളണ്ട്, റുമേനിയ, ബാൽറ്റിക് രാജ്യങ്ങൾ എന്നിവയെല്ലാം അവരുടെ ബേസുകൾ റഡാർ സംവിധാനം കൊണ്ടും ടാങ്കുകൾ കൊണ്ടും നിറച്ചിരിക്കുന്നു. നിരീക്ഷണ സംവിധാനങ്ങളാണ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയത്. ഇതെല്ലാം റഷ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ചുറ്റുഭാഗം വളഞ്ഞുകൊണ്ട് നാറ്റോ യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പിന്നീട് സൈനികപരമായിരിക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ആകാശ യുദ്ധം കൊണ്ട് അത് അവസാനിച്ചോളണമെന്നില്ല. അവിടെ ആണവായുധ പ്രയോഗം നടത്താനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. അതിന് റഷ്യ അടിവരയിടുന്നു എന്നുള്ളതാണ്. വളരെ വേദനാജനകമായിരിക്കുന്ന മറുപടിയായിരിക്കും യൂറോപ്യൻ യൂണിയൻ ഉണ്ടാവുക. തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള നിലപാടെടുക്കുകയും ഉക്രൈന് വലിയ രീതിയിലുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നത് തങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് തങ്ങൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ആണവായുധം എന്ന് പറയുന്ന സമയത്ത് വളരെ ഈ പ്രകോപനപരമായിരിക്കുന്ന നിലപാടാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ്. അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യയാണ്. അമേരിക്കയാണ് 2ാം സ്ഥാനത്ത്. അമേരിക്ക ജപ്പാനിൽ ആണവായുധം പ്രയോഗിക്കുന്ന സമയത്ത് റഷ്യയുടെ കൈവശത്തിൽ ഒരു ആണവായുധം പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നീടാണ് അവർ ഈ സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്തുകയും വളരെ വിപുലമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി അത് ഏകോപിപ്പിക്കുകയും ചെയ്തത്. സോവിയറ്റ് യൂണിയൻ തകർന്നുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യമായിട്ട് മാറിയതോടുകൂടി ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ ആണവായുധങ്ങളും റഷ്യ ഏകോപിപ്പിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ റഷ്യ മാറുന്നത്.
അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി വ്യത്യസ്ത മേഖലകളും കോണുകളും നടക്കുന്നുണ്ട്. സൗദി അറേബ്യ തന്നെ 2-ലധികം പ്രാവശ്യം ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, സമാധാന ചർച്ച. പിന്നെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു രീതി. ചൈന നടത്തിയിട്ടുണ്ട്, തുർക്കി നടത്തിയിട്ടുണ്ട്, അമേരിക്ക നിരന്തരം എന്ന് പറഞ്ഞ പോലെ നടത്തിയിട്ടുണ്ട്. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും 4-ലധികം തവണയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ട്. അത് 2 പ്രാവശ്യം നടത്തിയ ചർച്ച നേർക്കുനേരല്ല, മുഖാമുഖം ചർച്ചയാണ്. എന്നിട്ടും ഇതിന് ഫലവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചില നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉക്രൈൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം. അതിൽ യൂറോപ്യൻ രാജ്യത്ത് അംഗത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു തരത്തിലും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് റഷ്യയും വാശി പിടിച്ചതോടുകൂടി അത് എവിടെ എത്താത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉക്രൈൻ്റെ ഭാഗത്ത് ഏകദേശം 50 മുതൽ 60% വരെ ഉക്രൈൻ്റെ ഭൂപ്രദേശം ഇപ്പോൾ റഷ്യയുടെ കൈവശത്തിലാണ്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 75% എന്ന് പറയുന്നു. തലസ്ഥാനമായിരിക്കുന്ന കീവി ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഏറെക്കുറെ റഷ്യയുടെ കൈവശത്തിലാണ്. മാത്രമല്ല റഷ്യയുടെ കൈവശത്തിലേക്ക് ചേരുന്ന ഭൂപ്രദേശമെല്ലാം റഷ്യൻ യൂണിയനോട് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ സാംസ്കാരികപരമായിരിക്കുന്ന വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രത്യേക ഒരു ഗവർണറേറ്റുകൾ നിയമിച്ചുകൊണ്ട് അവിടെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ്. രാജ്യത്തിൻ്റെ ഭാഗമാക്കി കൂട്ടിച്ചേർത്തു എന്നാണ് ഇതിൻ്റെ സാരാംശം. എന്നാൽ ഈ ഒരു നിലപാട്, അതായത് ഈ ഒരു സ്ഥിതി വിശേഷം ഉക്രൈൻ വിഷയത്തിൽ ലളിതവൽക്കരിച്ചാൽ, അത് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ലളിതവൽക്കരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഉക്രൈൻ കഴിഞ്ഞാൽ അടുത്ത രാജ്യം പോളണ്ട് ആയിരിക്കും, പിന്നെ റുമേനിയ ആയിരിക്കും, പിന്നെ ബാൽറ്റിക് അമേരിക്കൻ രാജ്യങ്ങളായിരിക്കും. ഇങ്ങനെ പോയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ ഒന്നിന് പിറകെ ഒന്നായിട്ട് കീഴടക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ പ്രതിരോധിച്ച് നിർത്തണം, ഇവിടെ തന്നെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ്. എന്നാൽ ഉക്രൈൻ ഏത് തരത്തിൽ സഹായം നൽകി കഴിഞ്ഞാലും ഉക്രൈൻ്റെ ഈ അകത്ത് പ്രവേശിച്ചുകൊണ്ട് ഏതെങ്കിലും സൈനികർ റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നുള്ള ഒരു വിഷയങ്ങൾ ഇപ്പം നിലനിൽക്കുന്നില്ല. ഉക്രൈൻ സൈന്യം തന്നെയാണ് ഈ യുദ്ധ കാര്യത്തിലൊക്കെ നേതൃത്വം നൽകുന്നത്. ആയുധങ്ങൾ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ വല്ലാതെ 4-ലധികം തവണയെങ്കിലും ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാൻ വേണ്ടിയിട്ട് റഷ്യ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഇതിന് മുമ്പ് തന്നെ ആരോപണം ഉണ്ടായിരുന്നു. അത് റഷ്യ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ സെലൻസ്കിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഈ അക്രമ രീതികളൊക്കെ ഇറാൻ അവലംബിച്ചിട്ടുണ്ടെങ്കിലും അത് പല ഘട്ടങ്ങളിലും റഷ്യ അവലംബിച്ചിട്ടുണ്ടെങ്കിലും അത് പല ഘട്ടങ്ങളിലും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരു പ്രാവശ്യം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാനുള്ള ശ്രമം ഉക്രൈൻ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കൈവിട്ട കളിയാണ് യഥാർത്ഥത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ നടത്തുന്നത് എന്ന് ചുരുക്കം. അമേരിക്കക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഉക്രൈൻ്റെ വിഷയങ്ങൾ സങ്കീർണമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത്. അത് ബൈഡൻ്റെ കാലഘട്ടത്തിൽ ഉക്രൈൻ്റെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ഒരു ചർച്ചയോടനുബന്ധിച്ചാണ് ഒരു പാഠം പഠിപ്പിക്കണം റഷ്യയെ, അതിന് ഈ നയങ്ങളോടും ഈ നിലപാടിനോടും ഒക്കെ നീങ്ങണം എന്ന് ബൈഡൻ ഉക്രൈനോട് പറഞ്ഞ സമയത്താണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിക്കും അത് ആവേശമായത്. അമേരിക്ക ഉണ്ടല്ലോ പിറകിൽ, പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ റഷ്യയെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അവർ കണക്ക് കൂട്ടി. അതെല്ലാം തെറ്റിച്ചു. വലിയ മുന്നേറ്റങ്ങളുണ്ടായി, വലിയ യുദ്ധമുണ്ടായി. കാര്യം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊന്നാണ് റഷ്യ. അവർ അത്ര എളുപ്പത്തിൽ കീഴടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ വളരെ പെട്ടെന്ന് കീഴടക്കാമെന്ന് റഷ്യ കരുതിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത് പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കാത്ത കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കവും അമേരിക്ക പൂർണ്ണമായ രീതിയിലും ഉക്രൈന് പിന്തുണ നൽകി എന്നുള്ളത് ഒരിക്കലും റഷ്യ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഏറെക്കുറെ അമേരിക്ക പിന്തുണ നൽകുമെന്ന് അവർക്ക് അറിയാമെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കും എന്നവർ കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടൽ തെറ്റി. യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ തന്നെ ഉക്രൈന് പിന്തുണ നൽകുന്നത് ഉക്രൈനുള്ള പ്രത്യേക താല്പര്യം കൊണ്ടോ ഉക്രൈൻ്റെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടോ അല്ല. അവരുടെ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി തങ്ങളുടെ നേരെ വരുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ പിന്തുണക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് നാറ്റോ സഖ്യം ഏകോപനത്തോടു കൂടി റഷ്യ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യയുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് വന്നതായിരിക്കുന്നത് ഒരു സംഭവമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.